എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി സൺഡേ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു വളരെ ലൈറ്റായ ഒരു ടോപ്പിക്കാണ്. പക്ഷെ കുറേ പേർ റീസെന്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഡോക്ടറെ ഈ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഒക്കെ ക്യാൻസർ ഉണ്ടാക്കില്ലേ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഉപയോഗം കുറയ്ക്കണ്ടേ എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുപേരെങ്കിലും കണ്ടൊരു വീഡിയോ ആയിരിക്കും. ഞങ്ങളുടെ ഒരു ഡോക്ടേഴ്സ് മീറ്റിന് ഞങ്ങളൊരു ഡാൻസ് കളിച്ചിട്ട്, അപ്പോൾ ആ ഡാൻസിന്റെ പ്രിപ്പറേഷൻ, അപ്പം ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ ചുണ്ടില് നെയിൽ പോളിഷ് ചുണ്ടില് നെയിൽ പോളിഷ് അല്ല, ചുണ്ടില് ലിപ്സ്റ്റിക് ഇടുന്ന ഒരു പാർട്ട് അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകളിലാണ് കുറേ പേര് ചോദിച്ചത്, അയ്യോ ഡോക്ടറെ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഹെൽത്തിന് നല്ലതാണോ, അത് ക്യാൻസർ ഉണ്ടാക്കില്ലേ, എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് താഴെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറെ പേര് പേഴ്സണലി ചോദിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആ ഒരു ടോപ്പിക് എടുക്കാന്ന് വിചാരിച്ചത്. സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ് എന്നീ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? നോക്കൂ, ഞാൻ ഡാൻസിന് മാത്രമല്ല, ഞാൻ ഇപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം സ്കിൻ കെയറിനുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളാണ്. അതായത് മോയ്സ്ചറൈസർ, അങ്ങനത്തെ സൺസ്ക്രീന് അതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ കണ്ണിന് കൺമഷി ഉപയോഗിക്കുന്ന ആളാണ്. ചുണ്ടില് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്ന ആളാണ്. ഇതൊക്കെ എന്റെ ഡെയിലി റുട്ടീൻ ഞാൻ ചെയ്യുന്ന, അതായത് ഞാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോ ഒബ്വിയസ്ലി അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അത് ഉപയോഗിക്കില്ലല്ലോ. അപ്പൊ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാരണം നിങ്ങൾക്ക് ചോദിക്കാൻ കാരണം എനിക്കറിയാം. പല വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിങ്ങൾ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. അതിലൊക്കെ പലരും പറയുന്നു ഇങ്ങനെയുള്ള നെയിൽ പോളിഷിന്റെ ഉപയോഗം കൊണ്ട്, അതുപോലെ ലിപ്സ്റ്റിക്കിന്റെ ഉപയോഗം കൊണ്ടൊക്കെ ക്യാൻസർ വരുന്നത്. നോക്കൂ, അതിൽ അവർ പറയുന്ന കുറെ രാസവസ്തുക്കളുണ്ട്. അതായത് ലിപ്സ്റ്റിക്കിലുള്ള ടൊളുവിൻ, പിന്നെ അതുപോലെ തന്നെ ഡൈമിഥൈൽ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന രാസവസ്തുക്കൾ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നെയിൽ പോളിഷ് റിമൂവറിലുള്ള അസിറ്റോൺ. നോക്കൂ, ഇതെല്ലാം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സംഗതികളും കെമിക്കൽ കൊണ്ട് ഉണ്ടാക്കിയവയാണ്. എല്ലാം രാസവസ്തുക്കളാണ്. ഇതിലൊന്നും രാസവസ്തുക്കൾ അല്ലാത്തത് ഇല്ല. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പാണെങ്കിലും അത് സോഡിയം ക്ലോറൈഡ് ആണ്. NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ്, അല്ലെ? H2O ആണ് നമ്മൾ കുടിക്കുന്ന വെള്ളം. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളും ദേ ആർ മെയ്ഡ് ഓഫ് കെമിക്കൽസ്. അപ്പോ ലോകത്ത് ലക്ഷോപലക്ഷം പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ പഠനങ്ങളിലൊക്കെ ചില രാസവസ്തുക്കൾ ക്യാൻസറിന് കാരണമാവാം, പക്ഷെ അത് മനുഷ്യരിലല്ല കേട്ടോ. ഇതെല്ലാം ആനിമൽ സ്റ്റഡീസ് ആണ്. അപ്പൊ ഈ പറയുന്ന നിങ്ങൾ കണ്ട പല വീഡിയോസിലും ഈ പറയുന്ന ടൊളുവിനും ഈ പറയുന്ന ഡൈമിഥൈൽ ക്യാപ്റ്റനും ഒക്കെ, അങ്ങനെയുള്ള രാസവസ്തുക്കളൊക്കെ ആനിമൽ സ്റ്റഡീസിൽ ക്യാൻസറിന് കാരണമായേക്കാം എന്നുള്ള സ്റ്റഡികൾ കുറച്ചെണ്ണം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് കണ്ടതുകൊണ്ട് തന്നെ ഇതൊന്ന് സംശയ നിവാരണത്തിനായിട്ട് എനിക്കറിയാവുന്ന എന്റെ സുഹൃത്ത് ബന്ധത്തിലുള്ള കുറെ ഓങ്കോളജിസ്റ്റ് ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ചു, എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ മനുഷ്യന്മാരിൽ ഇത്തരത്തിലുള്ള നെയിൽ പോളിഷും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ഒക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നു? അപ്പൊ അവരെല്ലാവരും ഒരേ ഉത്തരമാണ് എന്നോട് പറഞ്ഞത്. ശാസ്ത്രീയപരമായിട്ട് മനുഷ്യരിൽ ഇതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഉപയോഗിച്ചതുകൊണ്ട്, ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് ഉപയോഗിച്ചുകൊണ്ട്, കോസ്മെറ്റിക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യരിൽ ക്യാൻസർ കൂടുന്നു എന്നുള്ള ആധികാരികമായിട്ടുള്ള ഒരു പഠനങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭീതിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതാണെങ്കിലും, അത് ലിപ്സ്റ്റിക് ആവാം, നമ്മുടെ ഐലൈനർ ആവാം, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നല്ല ബ്രാൻഡിന്റെ നോക്കി മാത്രം നമ്മൾ വാങ്ങണം. ഓക്കെ, നമ്മൾ പറയാറില്ലേ ചാത്തൻ ബ്രാൻഡുകൾ എന്ന്. അപ്പൊ നിങ്ങൾ ഈ വെറും ആഡ് കണ്ട് ചാത്തൻ ബ്രാൻഡുകൾ പോയി വാങ്ങരുത്. കാരണം വേഗം വെളുക്കും, വേഗം ചോക്കും എന്നൊക്കെ പറയുന്നതെല്ലാം ഞാൻ ഇതിനു മുമ്പേയും നമ്മൾ വീഡിയോ ഇട്ടതാണ്. അപ്പോ വെളുത്തു പാറുന്ന ക്രീമുകളുടെയൊക്കെ കഥ നമ്മൾ കേട്ടതാണല്ലോ, കിഡ്നിയൊക്കെ അടിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് നല്ല ബ്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജന സമ്മതിയുള്ള, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് എന്താണുള്ളത്. പലപ്പോഴും കുറച്ച് പൈസ പോവും, അത് സത്യമാണ്. നല്ല ബ്രാൻഡുകളും ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് പോകുന്ന അല്ലെങ്കിൽ കീശ കീറുന്ന പരിപാടി തന്നെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്, ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ നല്ല ബ്രാൻഡുകൾ മാത്രം വാങ്ങാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അറിയാത്ത അല്ലെങ്കിൽ ഗുണമേന്മ, ക്വാളിറ്റി നമുക്ക് അറിയാത്ത ബ്രാൻഡുകൾ ഒരിക്കലും ഞാൻ പരീക്ഷിക്കാറില്ല. അപ്പോൾ എന്റെ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. ഞാൻ ആക്ച്വലി ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. പലരും ഈ നെയിൽ പോളിഷിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും പിന്നാലെ പോകുന്നു. എത്ര പേര് പൗഡർ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ?
നമ്മൾ പല 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 പൗഡറുകൾ ഇപ്പോഴും വിപണികളിൽ സുലഭമായിട്ട് ആളുകൾക്ക് പൗഡർ പറഞ്ഞാൽ ചില ആളുകൾക്ക് ഭയങ്കര അഡിക്ഷനാണ്. ടാൽക്കം പൗഡറിന്റെ കാര്യം ഞാൻ പറയുന്നത്. ടാൽക്കം പൗഡർ നോക്കൂ, ഈ ടാൽക്കം പൗഡർ ഇതിനേക്കാൾ കൂടുതൽ പഠനങ്ങളുണ്ട്. ഈ ടാൽക്കം പൗഡറിലുള്ള ടാൽക്ക് എന്ന് പറയുന്ന സംഭവങ്ങൾ പലതരത്തിലുള്ള ശ്വാസകോശ അസുഖങ്ങൾക്ക് കാരണമാകാമെന്നും വിട്ടുമാറാത്ത ചുമയും ആസ്മ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാമെന്നും ഇതിനൊക്കെ ട്രിഗറായി മാറാമെന്നും ചില സന്ദർഭങ്ങളിൽ ക്യാൻസറിന് വരെ, അതായത് ലങ് ക്യാൻസറിന് വരെ വഴിവെക്കാമെന്നുള്ള പഠനങ്ങളുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത് നെയിൽ പോളിഷിന്റെയും ലിപ്സ്റ്റിക്കിന്റെയും മാത്രം കാര്യമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവം ടാൽക്കം പൗഡറാണ്. അപ്പൊ ഈ ടാൽക്കം പൗഡർ കുട്ടികൾക്കൊക്കെ, ഇപ്പൊ നമ്മൾ ആസ്മ ഉള്ള കുട്ടികളുടെ വീട്ടിൽ ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയാറുണ്ട്, ദയവ് ചെയ്തിട്ട് ടാൽക്കം പൗഡർ ഉപയോഗിക്കരുത്. കാരണം ഈ പൊടി ഇവരിത് ശ്വസിക്കുന്ന സമയത്ത് ക്രോണിക് ആയിട്ട്, അതായത് കുറെ കാലം ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഇത് അലർജിയും അതുപോലെ തന്നെ ആസ്മ പോലെയുള്ള രോഗങ്ങളെല്ലാം ട്രിഗർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലും പഠനങ്ങളുണ്ട്. ടാൽക്കം പൗഡർ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ, അതിൽ ടാൽക്ക് എന്ന് പറയുന്ന സംഭവത്തിന് എക്സ്പോസ്ഡ് ആവുന്ന ആളുകളിൽ ഇന്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, ആസ്ബസ്റ്റോസിസ് പോലെയുള്ള ഇന്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസസും അതുപോലെ തന്നെ ലങ് ക്യാൻസറുകളും കൂടുതലായിട്ട് കാണുന്നു എന്നുള്ള പഠനങ്ങളുണ്ട്. അതും ആനിമൽ സ്റ്റഡീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിന്റെയൊക്കെ റിസ്ക് മനസ്സിലാക്കി നല്ല പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കാൻ. നിങ്ങൾക്ക് ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങളിപ്പോ ഇത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് മനുഷ്യന്മാരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പല പല വീഡിയോ കണ്ടിട്ട് അനാവശ്യമായിട്ടുള്ള ഭീതി നിങ്ങൾ വെക്കേണ്ട. ഇതുവരെ എന്തായാലും ഈ പറയുന്ന സംഭവങ്ങളൊന്നും, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യരിൽ ക്യാൻസർ വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കൂ എന്നുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല കേട്ടോ. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ കാര്യത്തിൽ? നിങ്ങൾ എന്നോട് കുറെ ആളുകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇന്ന് അത് എടുക്കാന്ന് വിചാരിച്ചത്. യെസ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നെയിൽ പോളിഷും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, പുരുഷന്മാർ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ക്യാൻസർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ വന്ന് മരിക്കുന്നതിൽ ഏറ്റവും നല്ല ശതമാനം നമ്മുടെ ഫിലിം സ്റ്റാർസും സെലിബ്രിറ്റീസും ഒക്കെ ആയിരിക്കും അല്ലെ. അവർക്കൊക്കെ ഇതൊക്കെ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അവരുടെ ജോലിയുടെ അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലെ. അതൊന്നും ഇല്ലാതെ അവർക്ക് ജീവിതമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരാണല്ലോ ഏറ്റവും കൂടുതൽ ക്യാൻസർ വന്ന് മരിക്കേണ്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതൊക്കെ കേട്ടോ. ഞാൻ ഉപയോഗിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്നെ കാണുന്നില്ലേ? ഞാൻ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിക്കണം ഇവിടെ ആരെങ്കിലും. അപ്പൊ നിങ്ങൾ എന്റെ മുഖം നോക്കി നോക്കൂ, ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിപ്പോ എന്റെ നോർമൽ ലിപ് കളർ അല്ലല്ലോ, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിടുന്നുണ്ട്. ഞാൻ റെഗുലറായിട്ട് ലിപ്സ്റ്റിക് ഇടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരും ലിപ്സ്റ്റിക് ഇട്ടോളൂ എന്നല്ല പറയുന്നത്. സയന്റിഫിക് ആയിട്ട് പ്രൂവൺ അല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭീതി കൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ പലരും എന്നോട് ചോദിച്ചൊരു വ്യക്തിപരമായ ചോദ്യമാണ്. കാരണം പ്രത്യേകിച്ചിട്ട് അന്ന് ആ ഡാൻസ് വീഡിയോ കണ്ടപ്പോൾ മാഡം ഇങ്ങനെ ചായം തേക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നമല്ലേ എന്നുള്ളത്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഞാൻ ഉറപ്പുവരുത്താനുള്ള കാര്യം, ഞാൻ ഉപയോഗിക്കുന്നത് നല്ല പ്രൊഡക്റ്റുകളാണ്, ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് ഞാൻ എപ്പോഴും ഉറപ്പുവരുത്താറുണ്ട്. അത്രയേ ഉള്ളൂ. സൗണ്ട് ഇല്ലേ? നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഞാൻ അത്യാവശ്യം നല്ല സൗണ്ടിലാ പറയണത്. സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ടോ? ഇഫ് സംവൺ ഹാസ് ബ്രീത്തിങ് പ്രോബ്ലം പൗഡർ ഷുഡ് നോട്ട് ബി യൂസ്ഡ്. ശ്രീറാം, അത് വലിവിന്റെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖമാണെങ്കിൽ പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതൊക്കെ പ്രൂവൺ ആണ്. നമ്മൾ എപ്പോഴും ട്രിഗേഴ്സ് ഓഫ് ആസ്മയായിട്ട് പറയുന്ന ഒരു സംഭവമാണ് ടാൽക്കം പൗഡർ ഒക്കെ. അതായത് നിങ്ങൾ പൗഡർ നമ്മൾ ഇടുന്ന സമയത്തെ പകുതിയാണ് നമ്മുടെ ശരീരത്തിൽ, ബാക്കി പകുതി നിങ്ങൾ കണ്ടിട്ടില്ലേ, അതങ്ങ് പടർന്ന് നമ്മുടെ ചുറ്റുപാടും അതങ്ങ് വ്യാപിക്കും, സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഇൻഹേൽ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ആളുകളെ, പ്രത്യേകിച്ച് വലിവ് ആസ്മയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കും, യാതൊരു സംശയവുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. ശ്രീറാമിന്റെ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി വിചാരിക്കുന്നു. യെസ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇനി റിഗാർഡിംഗ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ്? ഈ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യമൊന്നുമില്ല. ചുണ്ട് ചുമക്കാൻ ദിവസേന സ്വീറ്റ് ലെമൺ, മൂസമ്പി പിഴിഞ്ഞ് കുടിച്ചാൽ മതി. ആയിക്കോട്ടെ ദിലീപൻ, അങ്ങനെ കുടിച്ചോളൂ. മൂസമ്പി പിഴിഞ്ഞ് കുടിച്ചിട്ട് ചുണ്ട് ചുമപ്പിച്ചോളൂ. എനിക്കിപ്പോ എന്തായാലും എന്നും മൂസമ്പി പിഴിഞ്ഞ് കുടിച്ചിട്ട് ചുണ്ട് ചുമപ്പിക്കാനുള്ള സമയവും ക്ഷമയൊന്നും ഇല്ലാന്നേ. എപ്പോഴെങ്കിലുമൊക്കെ മൂസമ്പി വളരെ നല്ലതാണ് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ലിപ്സ്റ്റിക്കിന്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അത് ഉപയോഗിക്കേണ്ട എന്നുള്ളവർ ഉപയോഗിക്കേണ്ട, ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. പക്ഷേ ഇത് ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ള പഠനങ്ങൾ ശാസ്ത്രീയപരമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. മനുഷ്യരിൽ കേട്ടോ. യെസ്, എല്ലാവരും സൗണ്ട് ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. അല്ല, ഒന്ന് രണ്ട് പേര് സൗണ്ട് കേൾക്കുന്നില്ല പറഞ്ഞു, അതാ ഞാൻ ചോദിച്ചത്.
യെസ്, ഫെയർ ആൻഡ് ലവ്ലി ഉപയോഗിക്കാൻ അനുജ സത്യം പറഞ്ഞാൽ അങ്ങനെ ഇന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ ഞാൻ ആക്ച്വലി അങ്ങനത്തെ ഈ ഫെയർ ആൻഡ് ലവ്ലി എന്താണ് നമ്മളെ വെളുപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനത്തെ വെളുപ്പിക്കാനുള്ള ഒരു ക്രീമുകളും ഉപയോഗിക്കാറില്ല. ഞാൻ ഇതിനു മുമ്പേ നമ്മുടെ പേജിൽ തന്നെ എന്താണ് എന്റെ സ്കിൻ കെയർ റുട്ടീൻ, ഞാൻ ഒരു ദിവസം ഉപയോഗിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉപയോഗിക്കേണ്ടതല്ല, എല്ലാവരും നമ്മൾ പുറത്ത് വെയിലത്ത് പോകുന്ന എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ ചെയ്യാറുള്ളത്. ബേസിക്കലി ഞാൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു വൈറ്റമിൻ സി സിറം ഞാൻ ആദ്യം തേക്കാറുണ്ട്. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടും, അതിനുശേഷം സൺസ്ക്രീൻ ഇടും. ഇപ്പോഴും ഞാൻ എന്റെ മുഖത്ത് ഇപ്പോഴും ഞാൻ അതേ ഇട്ടിട്ടുള്ളൂ, അല്ലാതെ ഈ പറയുന്ന വെളുപ്പിക്കാനുള്ള ക്രീമുകൾ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ബേസിക്കലി ഏതെങ്കിലും ഒരു സിറം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഇപ്പൊ റീസെന്റ് തുടങ്ങിയതാണ്. ഞാൻ വൈറ്റമിൻ സി സിറം ഉപയോഗിക്കാറുണ്ട്. അതിന്റെ കൂടെ മോയ്സ്ചറൈസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അതിനുശേഷം സൺസ്ക്രീൻ. ഇപ്പൊ ഞാൻ രാവിലെ ആയാലും രാത്രി ആയാലും എപ്പോൾ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പുറത്തു പോകാൻ നിൽക്കുകയാണ്, അപ്പോഴും ഞാൻ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. സണ്ണിൽ പോകുമ്പോൾ മാത്രമാണ് സൺസ്ക്രീൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് തെറ്റാണ്. നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇവൻ വീട്ടിലിരിക്കുകയാണെങ്കിലും പോലും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം UV റേസ് നമുക്ക് എല്ലായിടത്തും നമ്മുടെ സ്കിന്നിനെ ഹാം ചെയ്യാം കേട്ടോ. യെസ്, പിന്നെന്താണ് അനൂപ് പരിക്കളം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ ക്യാൻസർ വരില്ല, നിങ്ങൾ ഉപയോഗിച്ചാൽ വരും. അങ്ങനെയാണോ അനൂപെ ഞാൻ പറഞ്ഞത്? അനൂപിന് മലയാളം കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല തോന്നുന്നു. ഞാൻ പറഞ്ഞത് ആദ്യം മുതലൊന്ന് കേട്ടു നോക്കൂ കേട്ടോ, എന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് കമന്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പൊ മുട്ട പറഞ്ഞത് തെറ്റാണോന്നോ? ഏതാ ഈ മുട്ട? നിങ്ങൾ ആരെപ്പറ്റി പറയുന്നത്? ഞാൻ ഒരാളും പറഞ്ഞത് തെറ്റാന്നോ ശരിയാന്നോ അല്ല പറയുന്നത്. ഇത് ശാസ്ത്രീയപരമായിട്ട് എന്താണെന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതുമല്ല, ഞാൻ എനിക്കറിയാവുന്ന ഓങ്കോളജി ഡോക്ടർമാരെ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റുകളെയൊക്കെ വിളിച്ചു ചോദിച്ചിട്ട്, കാര്യം എന്തും നിങ്ങളോട് പറയുന്നതിന് മുമ്പ് അത് ആധികാരികമാണെന്ന് ഞാൻ ഉറപ്പുവരുത്താറുണ്ട്. അങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ. അപ്പൊ അവരെല്ലാവരും എന്നോട് പറഞ്ഞത് അങ്ങനെയുള്ള സയന്റിഫിക് സ്റ്റഡീസ് ഒന്നും ഇല്ല, ഇതിലുള്ള ചില കെമിക്കൽസ് ക്യാൻസറിന് കാരണമായേക്കാം എന്ന് ചില ആനിമൽ സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നിങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പേഷ്യൻസിനോട് പറയാറില്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നോക്കൂ അനുജ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് അതിനെപ്പറ്റി ഞാനൊരു അഭിപ്രായം പറയില്ല. ഞാൻ ഉപയോഗിക്കാത്തൊരു കാര്യമാണ്. അങ്ങനെ വെളുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത്, നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ചാൽ മതി. നല്ലൊരു മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീനും, അതാണ് ബേസിക് ആയിട്ടുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു സ്കിൻ കെയർ കേട്ടോ. യെസ്, വേറെന്താണ്? വേറെന്തെങ്കിലും സംശയങ്ങളുണ്ടോ സ്കിൻ കെയർ റുട്ടീനെ പറ്റി, ഇങ്ങനെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നത്? പിന്നെ ഓവറായിട്ട് പിന്നെ ഒരു കാര്യം കൂടി വളരെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചാലും ഒരിക്കലും ഒരു പരിധി വിട്ടിട്ട് അത് നമ്മുടെ മുഖത്ത് നിൽക്കാൻ, അതായത് രാത്രി നിങ്ങളിപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിലും കൺമഷി ആണെങ്കിലും എന്ത് ക്രീമാണെങ്കിലും വൃത്തിയായിട്ട് മുഖവും ഇതെല്ലാം റിമൂവ് ചെയ്യണം. ഈ മേക്കപ്പിന്റെ റിമൂവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ രാത്രി ഇത് വെച്ച് കിടന്നുറങ്ങരുത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് നമ്മുടെ മുഖം ക്ലീൻ ചെയ്യണം. അതിനുശേഷം ഒരു നല്ല മോയ്സ്ചറൈസർ ഇട്ടിട്ട് വേണം കിടന്നുറങ്ങാൻ കേട്ടോ. ഓക്കെ, റിപ്പോർട്ടറിലെ അരുണാണോ ഈ വാർത്ത പറഞ്ഞത്? അറിയില്ല കേട്ടോ, എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സൺസ്ക്രീൻ മസ്റ്റ് ആണോ? അതെ സിദ്ദിഖ്, സൺസ്ക്രീൻ മസ്റ്റ് ആണ്. എല്ലാവരും, പലരുടെയും വിചാരം സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സ്കിന്നിന് പ്രശ്നമുള്ളവരാണ്. അല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സൺസ്ക്രീൻ. ഒരു മിനിമം സൺസ്ക്രീൻ SPF 30 എങ്കിലും 30 ആൻഡ് എബവ് ഉള്ള സ്ക്രീമെങ്കിലും ഉപയോഗിക്കുക. ഞാൻ SPF 50 ആൻഡ് എബവ് ഉള്ളതാണ് ഉപയോഗിക്കുന്നത്. 30 എങ്കിലും ഉള്ളത് ഉപയോഗിക്കണം കേട്ടോ. സൺസ്ക്രീൻ അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നുമില്ല, നല്ല ഇഷ്ടം പോലെ നല്ല നല്ല സൺസ്ക്രീനുകൾ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. VLCCയുടെ സൺസ്ക്രീൻ ഉണ്ട് ഇഷ്ടം പോലെ. നമുക്ക് ഒരു ഏറ്റവും നല്ല എന്താണെന്നറിയോ, ഒരു കോസ്മെറ്റിക്സ് ഷോപ്പിൽ പോണേക്കാട്ടും ഒരു മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സൺസ്ക്രീൻ കിട്ടും. SPF 50 ഒക്കെ ഉള്ള, പക്ഷെ കുറച്ച് പൈസയുണ്ട്. കുറച്ച് സൺബാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, സൺബാൻ ഒക്കെ നല്ല സൺസ്ക്രീനാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ആക്നെ യുവിയുടെ സൺസ്ക്രീൻ ആണ്. ആക്നെ യുവി, അത് എന്റെ സ്കിന്നിന് പ്രശ്നം വന്നപ്പോൾ എന്റെ ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്ത സൺസ്ക്രീൻ ആണ്. അതിന്റെ അർത്ഥം എല്ലാവരും ഉപയോഗിക്കണം എന്നല്ല, കാര്യം എന്റെ സ്കിന്ന് ഓയിലി ആണ്. അതുകൊണ്ട് തന്നെ ആക്നെ യുവി, എനിക്കത് സാധാരണ സൺസ്ക്രീനുകൾ ഭയങ്കര ഓയിലിയാണ്. അപ്പൊ എനിക്ക് ഓയിലി അല്ലാത്ത സൺസ്ക്രീൻ ഉള്ളതുകൊണ്ട് ആക്നെ യുവിയാണ് എനിക്ക് എന്റെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. അത് SPF 50 ഉള്ളതാണ് കേട്ടോ. വേറെ ഓക്കെ, അപ്പൊ ഇന്നത്തെ ടോപ്പിക് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞല്ലോ പുറത്തു പോകാൻ നിൽക്കുകയാണ്, പാപ്പു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരെയും കാണാം. അപ്പോൾ ഇത് മാക്സിമം പേരിലേക്ക് കാണുന്നവരൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. സൺസ്ക്രീനിന്റെ ഉപയോഗം ഞാൻ പിന്നെയും പറയുകയാണ്. ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത കുറെ ഇങ്ങനെ എയറിൽ നടക്കുന്നുണ്ട്. അതിൽ കാര്യമായിട്ടുള്ള ബേസ് ഒന്നും ഇല്ല. ശാസ്ത്രീയപരമായിട്ട് ആളുകളിൽ, മനുഷ്യരിൽ ഇത് ക്യാൻസറോജനിക് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ.
ഇത് ലിപ്സ്റ്റിക് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ളിൽ പോവില്ലേ? അമൃത, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഫുഡ് കഴിക്കുമ്പോൾ ലേശമൊക്കെ ഉള്ളിൽ പോവും. അപ്പോ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എത്ര ഉള്ളിലേക്ക് പോവും? കുറച്ചൊക്കെ അല്ലേ ഉള്ളിലേക്ക് പോവൂ. അപ്പൊ അതുകൊണ്ട് പ്രശ്നങ്ങളില്ല. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. അപ്പോ അങ്ങനെ എനിക്കിപ്പോ അതല്ലേ പറയാൻ പറ്റൂ. ആക്നെ യു വി ഇത് നാട്ടിൽ തന്നെ ഉള്ളതാ സുമേഷേ, നാട്ടിൽ നിന്ന് വാങ്ങിയതാ ഞാൻ, ഇവിടുത്തെ അല്ല. യെസ്, അപ്പൊ ഞാൻ എന്നാ പതുക്കെ ഇറങ്ങാൻ നോക്കട്ടെ. നിങ്ങൾ മാക്സിമം പേരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കാര്യം കുറെ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾ എല്ലാവരും ലിപ്സ്റ്റിക് ഉപയോഗിക്കണമെന്നോ നെയിൽ പോളിഷ് ഉപയോഗിക്കണമെന്നോ എന്നല്ല പറഞ്ഞത്. താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാം. ആരും ഈ ഒരു അനാവശ്യ പേടി കാരണം അത് നിർത്തേണ്ട ആവശ്യമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഡോക്ടർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ചോദ്യവും വന്നു. അതിനുള്ള എന്റെ വ്യക്തിപരമായിട്ടുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ബൈ എല്ലാവരും. അപ്പോൾ സൺഡേ അടിച്ചു പൊളിക്കൂ. ഹാപ്പി സൺഡേ. ബൈ.